കഴിഞ്ഞ 113-ാമത്തെ എപ്പിസോഡിൽ റോം ഭരിച്ചിരുന്ന 85-ാമത്തെ മാർപ്പാപ്പ ജോൺ ആറാമൻ്റെ കാലഘട്ടമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് എപ്പിസോഡ് 114-ൽ റോം ഭരിച്ചിരുന്ന 86-ാമത്തെ മാർപ്പാപ്പ ജോൺ ഏഴാമൻ്റെ കാലഘട്ടമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജോൺ ഏഴാമൻ 705 മുതൽ 707 വരെയാണ് ഭരിച്ചിരുന്നത്. 1.5 വർഷമാണ് ഭരണ കാലഘട്ടം. റൊസാനോ എന്ന് പറയുന്ന കലാട്രിയയിലെ ഒരു പട്ടണത്തിലാണ് ജനിച്ചത്. അദ്ദേഹം അവിടെ നിന്ന് 705-ലാണ് മാർപ്പാപ്പയെ എലക്റ്റഡ് ആയത്. മാർച്ച് മാസത്തിൽ. അദ്ദേഹം 707 ഒക്ടോബർ മാസത്തിലാണ് മരിക്കുന്നത്. അതായത് 1.25 വർഷത്തോളം അദ്ദേഹത്തിന് ഭരണം കിട്ടി. അദ്ദേഹം എംപറർ ജസ്റ്റീനിയൻ രണ്ടാമൻ സഭയിൽ അദ്ദേഹത്തിന് കുറേ അധികാരങ്ങളുണ്ട് എന്ന് പറഞ്ഞു. മാർപ്പാപ്പ പറഞ്ഞു അനുവദനീയമല്ല, അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ അവർ തമ്മിൽ വഴക്കായി. ചക്രവർത്തി നാട്ടിലിറങ്ങി കുറേയേറെ പേരെ കൂട്ടക്കൊല ചെയ്തു. ആ കൂട്ടക്കൊല കണ്ട് ഭയപ്പെടും എന്നായിരുന്നു ചക്രവർത്തിയുടെ വിചാരം. പക്ഷേ മാർപ്പാപ്പ ഭയപ്പെട്ടില്ല. അദ്ദേഹം തൻ്റെ സ്റ്റാൻഡ് അതിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഭയിൽ വലുതായ ഒരു പിളർപ്പ് ആവിഷ്കരിക്കപ്പെട്ടു. അത് ലാറ്റിൻ സഭയും ഈസ്റ്റേൺ സഭകളും തമ്മിലുള്ള ഒരു തർക്കമാണ്. ആ തർക്കം പരിഹരിക്കാൻ ലത്തീൻ കത്തോലിക്കർക്ക് പറ്റിയില്ല. ഈസ്റ്റേൺ സഭകൾ അകന്നുകൊണ്ടേയിരുന്നു. അത് ഒരു 100 വർഷം കഴിഞ്ഞപ്പോഴേക്കും കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭയും റോമിലെ കത്തോലിക്ക സഭയും തമ്മിൽ നെടുകെ പിളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പിന്നെയും തുടർന്ന് ഒരു 250 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും AD 1054-ലെ ഗ്രേറ്റ് ഈസ്റ്റേൺ സ്പ്ലിറ്റിൽ വരെ പോയി നിന്നു. ആ വലിയ പിളർപ്പിൻ്റെ ഒരു തുടക്കമാണ് ലാറ്റിൻ കത്തോലിക്കരും ഈസ്റ്റേൺ സഭകളും തമ്മിൽ നടന്ന വലുതായ ഒരു തർക്കം. ഈ മാർപ്പാപ്പയെ പറ്റി പറയുന്നത് അദ്ദേഹം വലിയ ജ്ഞാനിയായ, വളരെ പണ്ഡിതനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വളരെ നല്ല ഒരു പ്രസംഗകനായിരുന്നു, അല്ലെങ്കിൽ പ്രാസംഗികനായിരുന്നു. ദൈവശാസ്ത്ര വിഷയങ്ങളെപ്പറ്റി വളരെ ഗഹനമായ പ്രസംഗം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വരുന്നവരോടെല്ലാം പിതൃതുല്യമായ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. മാർപ്പാപ്പയെ നമ്മൾ ഫാദർ എന്ന് വിളിക്കുമെങ്കിലും ആ സ്നേഹം അതുപോലെ പ്രകടിപ്പിച്ച ഒരാളായിരുന്നു ഈ മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അദ്ദേഹമാണ് സാന്റാ മരിയ ആൻറ്റിഗ്വ പ്രസിദ്ധമായ കത്തീഡ്രൽ പണിഞ്ഞത്. ലൊംബാർഡ് രാജാവായ അരിപ്പറ്റ് അദ്ദേഹത്തെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇടയ്ക്കൊന്ന് ഇടഞ്ഞു നിന്ന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയും ലംബാർഡുകൾ നല്ല ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്തു. ഇങ്ങനെ കുറേ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തി. അദ്ദേഹത്തിൻ്റെ കാലത്ത് ചക്രവർത്തി ജസ്റ്റീനിയൻ II റിനോമേറ്റസ് ആയിരുന്നു. 705 മുതൽ 711 വരെ. തിബേരിയസ് ആണ് 706 മുതൽ 711 വരെ എംപററായി ഉണ്ടായിരുന്നത്. ഇന്നത്തെ പേട്രിയാർക്ക് അലക്സാണ്ട്രിയയിൽ അലക്സാണ്ടർ രണ്ടാമനായിരുന്നു. 704 മുതൽ 729 വരെ. ഇടക്കാലത്ത് മുസ്ലിം ഭരണാധികാരികൾ വലിയ പീഡനമൊക്കെ ഉണ്ടാക്കിയ ഒരു 4-5 വർഷത്തേക്ക്. അത് കഴിഞ്ഞ് സഭ നോർമലിലേക്ക് കൊണ്ടുവരാൻ ഈ പേട്രിയാർക്കിന് കഴിഞ്ഞു. അന്ത്യോക്യയിലെ പാത്രികീസ് ജൂലിയൻ മൂന്നാമനായിരുന്നു. 687 മുതൽ 708 വരെ. അങ്ങനെ 1.25 വർഷത്തെ ഭരണം ശാന്തമായി കൊണ്ടുപോകാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു. 86-ാമത്തെ മാർപ്പാപ്പ ജോൺ ഏഴാമൻ ഭരണത്തിൽ നിന്ന് പോയപ്പോൾ 87-ാമത്തെ മാർപ്പാപ്പയെ വന്നത് സിസീനിയസ് എന്ന് പറയുന്ന മാർപ്പാപ്പയാണ്. SISINNIUS. സിസീനിയസ് മാർപ്പാപ്പയുടെ ആകെ ഭരണകാലം കഷ്ടിച്ച് 3 മാസങ്ങളായിരുന്നു. അതിനേക്കാൾ കുറച്ച് ഭരിച്ച ഒരു മാർപ്പാപ്പ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയാണ്. നമ്മുടെയൊക്കെ ജീവിതകാലത്ത് സംഭവിച്ച ഒരു മാർപ്പാപ്പ. ഈ മാർപ്പാപ്പ സിറിയക്കാരനായിരുന്നു. ഡമാസ്കസിനടുത്തുള്ള ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ആളായിരുന്നു. ആ മാർപ്പാപ്പ 15/1/708 ജനുവരി 15-ാം തീയതി എലക്ട് ചെയ്യപ്പെട്ടു. 4 ഫെബ്രുവരി 708, അതായത് കഷ്ടിച്ചൊരു മാസം മാത്രമേ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റുള്ളൂ.
അദ്ദേഹത്തിന് റോമിൻ്റെ മതിലുകൾ പുതുക്കപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കി, പക്ഷെ അദ്ദേഹത്തിനൊന്നും പണിയാനായി കഴിഞ്ഞില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 3 മാസക്കാലം ലൊംബാർഡുകൾ ശക്തമായി ആക്രമിച്ചുകൊണ്ടിരുന്നു. അതുപോലെ സ്പെയിനിൽ നിന്ന് സാരസൻസ് കത്തോലിക്കരുടെ പള്ളികളെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഈ 2 ആക്രമണങ്ങൾക്കെതിരെയും എഫക്റ്റീവായി ഒന്നും ചെയ്യാൻ മാർപ്പാപ്പയ്ക്ക് പറ്റിയില്ല. മാർപ്പാപ്പ പെട്ടെന്ന് മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഈ മാർപ്പാപ്പയുടെ കാലം ജസ്റ്റീനിയൻ 2 റിനോട്ട് മെട്രോസിൻ്റെ കാലഘട്ടം 705-711 തിബേരിയസ് ചക്രവർത്തി കോയംബറായിരുന്നു 706 തൊട്ട് 711 വരെ. നേരത്തെയുള്ള മാർപ്പാപ്പയെ പോലെ അലക്സാണ്ടർ 2 അലക്സാണ്ട്രിയയിലെ പത്രഗീസ് 704 മുതൽ 729 വരെ. പേട്രിയാർക്ക് ഓഫ് ആന്റിയോക്ക് ഏലിയാസ് 1 709 മുതൽ 724 വരെ ആയിരുന്നു ആ പാപ്പയുടെ കാലം. അപ്പം അങ്ങനെ വളരെ ചെറിയ ഒരു കാലഘട്ടം മാത്രം ഭരിക്കുകയും എഫക്റ്റീവായി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ഒരു മാർപ്പാപ്പയാണ് സിസീനിയസ് മാർപ്പാപ്പ. 87ാമത്തെ മാർപ്പാപ്പ സിസീനിയോസ് കഷ്ടിച്ച് 3 മാസമേ ഭരിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ അകാല മരണം കഴിഞ്ഞപ്പോൾ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത് 88ാമത്തെ മാർപ്പാപ്പയായിരുന്ന കോൺസ്റ്റൻറ്റൈൻ 1 കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ ശ്രമഫലമായി സഭയ്ക്കുണ്ടായ പുരോഗതിയെപ്പറ്റിയൊക്കെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായി. ആ ചക്രവർത്തിയുടെ പേരുകാരനായി ഒരു മാർപ്പാപ്പ വരുമെന്ന് അന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ആ പേരുകാരനായ കോൺസ്റ്റൻറ്റൈൻ 1 88ാമത്തെ മാർപ്പാപ്പയായത്. ഈ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു കാലഗണന നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കത്തോലിക്കാ സഭയുടെ 2022 വരെയുള്ള ചരിത്രത്തിൽ ആകെ 266 മാർപ്പാപ്പന്മാരാണ് ഭരിച്ചിട്ടുള്ളത്. 264ാമത്തെ ആളായിരുന്നു ജോൺ പോൾ 2. അത് കഴിഞ്ഞ് കാർഡിനൽ റാറ്റ്സിംഗർ മാർപ്പാപ്പയെ ബെനഡിക്റ്റ് 16. ഇപ്പോൾ 266ാമത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഭരിക്കുകയാണ്. ഈ 266 മാർപ്പാപ്പമാരുടെ ചരിത്രം എടുക്കുമ്പോൾ അതിൻ്റെ 1/3 എന്ന് പറയുന്നത് 88ാമത്തെ മാർപ്പാപ്പയാണ്. അതായത് കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലെ മാർപ്പാപ്പമാരുടെ 265 പേരിൽ കറക്റ്റ് 1/3 വരുന്ന മാർപ്പാപ്പ 88ാമത്തെ മാർപ്പാപ്പയാണ്. ആയതിനാൽ മാർപ്പാപ്പയുടെ ചരിത്രത്തിൻ്റെ 1/3 ഈ മാർപ്പാപ്പയുടെ കാലത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഈ മാർപ്പാപ്പ വരുന്ന സമയം ലോകത്തിൽ വളരെ പ്രത്യേകതയുള്ള ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. AD 710 ജപ്പാൻ്റെ തലസ്ഥാനം ഫുജിവാരയിൽ നിന്ന് നാരായിലോട്ട് മാറ്റിയത്. ഫുജിവാരയിൽ നാരായിലോട്ട് മാറ്റുന്നു. പിന്നീടത് ക്യോട്ടോയിലോട്ട് വന്നു. ക്യോട്ടോയിൽ നിന്ന് ടോക്കിയോയിൽ വന്നു. അങ്ങനെ 4 തലസ്ഥാനങ്ങളുടെ ഒരു മാറ്റം. 710 മുസ്ലിംസ് കാഷ്ഗരിയാൻ എന്ന് പറയുന്ന സ്ഥലം ആക്രമിച്ചു. അത് അവിടുത്തെ ആളുകൾ ചൈനക്കാരുടെ സഹായം ചോദിച്ചു. ചൈനക്കാർ കൊടുത്തില്ല. അങ്ങനെ മുസ്ലിംസ് ആ സ്ഥലം പിടിച്ചെടുത്തു. 712 മുഹമ്മദ് ബിൻ കാസിം സിൻഡ് പിടിച്ചെടുത്തു. സിൻഡ് ഇത് ചരിത്രത്തിലെ വലിയൊരു കാലുവെപ്പായിട്ട് പറയുന്ന ഒന്നാണ്. മുസ്ലിങ്ങളുടെ ട്രേഡ് റൂട്ടിനെ ഇന്ത്യയിലെ സിൻഡിലെ രാജാവ് ആക്രമിക്കുകയും ചിലർക്ക് പരിക്ക് പറ്റിക്കുകയും ചെയ്തു. അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി കഷ്ടിച്ച് 20 വയസ്സ് പ്രായമുള്ള മുഹമ്മദ് ബിൻ കാസിം സിൻഡ് ആക്രമിച്ചു. സിൻഡ് പിടിച്ചെടുത്തു. സൗത്ത് പാകിസ്ഥാൻ ഏരിയയുള്ള വിശാലമായ സിൻഡ് പ്രോവിൻസാണ് അദ്ദേഹം പിടിച്ചെടുത്തത്. മോഹൻജദാരോ എന്ന് പറയപ്പെടുന്ന പട്ടണം സൈന്ധവനദി സംസ്കാരത്തിൻ്റെ പട്ടണം ഉൾപ്പെടെ ഭൂപ്രദേശമാണ്. സസ്യശ്യാമളമായ ഒരു ഭൂപ്രദേശം. അത് പിൽക്കാലത്ത് ഇന്ത്യയിലോട്ടും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ടും ഇസ്ലാം മുന്നേറാൻ കാരണഭൂതമായ ഒന്നായിരുന്നു. ഈ ചെറിയ രാജകുമാരനെ അപായപ്പെടുത്താൻ വേണ്ടി ശത്രുക്കളൊരു പണി ചെയ്തു. അത് മുഹമ്മദ് ബിൻ കാസിം അദ്ദേഹത്തിൻ്റെ മേലധികാരിക്ക്
3 സ്ത്രീകളെ ഇവിടുന്ന് കയറ്റി അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലധികാരിയോട് ചെന്ന് എതിരാളികൾ പറഞ്ഞു കൊടുത്തു, ഈ സ്ത്രീകളെ മുഹമ്മദ് ബിൻ ഖാസിം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അത് കേട്ട് ദേഷ്യം വന്ന് അദ്ദേഹം മുഹമ്മദ് ബിൻ ഖാസിമിനെ കൊല്ലുകയാണ് ഉണ്ടായത്. മുഹമ്മദ് ബിൻ ഖാസിമിനെതിരെ പലരും പ്രസംഗിക്കുന്നതിൽ കേട്ടിട്ടുണ്ടാവും, കാട്ടറബി എന്നൊക്കെ പറഞ്ഞിട്ട്. അദ്ദേഹം ഭരിച്ചിരുന്ന സ്ഥലത്ത് കാടയില്ല, ഇല്ലാത്തൊരു സ്ഥലത്താണ് അദ്ദേഹം വന്നത്. അപ്പോൾ ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ AD 711 മുസ്ലിം കോൺകസ്റ്റ്, സിൻഡിലെ കോൺകസ്റ്റ്. 712 മുസ്ലിംസ് സെവീൽ എന്ന് പറയുന്ന പട്ടണം പിടിച്ചെടുത്തു, സെവീൽ. അത് കഴിഞ്ഞ് 712 അവർ ബെൽജിയം ത്തിലോട്ട് ഒരു എക്സ്പെഡീഷൻ അയക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ലീഗോ കത്തീഡ്രൽ, ബെൽജിയത്തിലെ പ്രസിദ്ധമായ ലീഗോ കത്തീഡ്രൽ പണിഞ്ഞത് ഈ വർഷമാണ്. അങ്ങനെ ഫ്രാൻസിലും ജർമ്മനിയിൽ നിന്നും നെതർലാൻഡ്, ബെൽജിയം, ഡച്ച് ഏരിയയിലോട്ട് സാവധാനം ക്രിസ്ത്യാനികളെ മുന്നേറുകയായിരുന്നു. 712 പ്രസിദ്ധമായ റായ്ച്ചനു അബി എന്ന് പറയുന്ന പ്രസിദ്ധമായ കത്തീഡ്രൽ പണിയുന്നത്, പീർമോണ്ടിനടുത്തുള്ള പ്രസിദ്ധമായ കത്തീഡ്രൽ. 715 മുസ്ലിം അവരുടെ സ്വാധീനം പിറണീസ് പർവ്വതനിരയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റി. സ്പെയിൻ മുഴുവൻ അവർ പിടിച്ചു 711. അത് പിടിച്ചത് മുഹമ്മദ് ബിൻ താരിഖ് എന്ന് പറയുന്ന ഒരു സേനാനായകൻ്റെ നേതൃത്വത്തിലാണ്. ഈ മുഹമ്മദ് ബിൻ താരിഖിൻ്റെ സൈന്യം നേരെ വന്ന് അറ്റ്ലാന്റിക് സമുദ്രം വരെ മുട്ടി. നോർത്ത് ആഫ്രിക്ക മുഴുവൻ പിടിച്ചും അറ്റ്ലാന്റിക് സമുദ്രം വരെ വന്ന് മുട്ടി. പിന്നെ അവർക്ക് മുമ്പോട്ട് പോകാൻ വയ്യ, പടിഞ്ഞാട്ട് പോകാൻ വയ്യ. അപ്പോൾ സൈന്യം ടേൺ ചെയ്തിട്ടാണ് ജിബ്രാൾട്ടറിൽ വന്നിട്ട് ജിബ്രാൾട്ടർ ക്രോസ് ചെയ്ത് സ്പെയിനിൽ കയറിയത്. ജിബ്രാൾട്ടർ എന്ന വാക്ക് വരുന്നത് തന്നെ ജിബ്രാൽ അൽ താരിഖ്, താരിഖ് കടന്നുപോയ സ്ഥലം, അല്ലെങ്കിൽ താരിഖിൻ്റെ മല എന്നാണ് സ്ഥലത്തിൻ്റെ അർത്ഥം, ജിബ്രാൾട്ടർ. അങ്ങനെ സ്പെയിൻ പിടിച്ചെടുത്തു. സ്പെയിനിലെ 2 പേര് നമ്മൾ തർക്കത്തിൽ മുതലെടുക്കാൻ വേണ്ടി വന്ന് ആ സ്പെയിൻ പിടിച്ചെടുത്തു. എന്നിട്ട് പിറണീസ് പർവ്വതനിര കഴിഞ്ഞ് ഇസ്ലാമിക സൈന്യം മുമ്പോട്ട് പോയി. അങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു നീക്കമാണ് ഉണ്ടായത്. 715 ബിയൂൾഫ് ഓൾഡ് ഇംഗ്ലീഷിൽ പ്രസിദ്ധമായ തൻ്റെ ഇതിഹാസ കാവ്യം എഴുതിയത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ തുടക്കം എന്ന് പറയപ്പെടുന്നൊരു കൃതിയാണ് ബിയൂൾഫിൻ്റെ കൃതി. 715 ബൈസാൻഡിയൻ മൊസൈക്ക് എന്ന് പറയുന്ന മൊസൈക്ക് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ മാർബിൾ എന്നൊക്കെ പറയുന്ന പോലെ ഈ മൊസൈക്ക് കഷ്ണങ്ങൾ പോളിഷ് ചെയ്ത് നല്ലപോലെ ഷൈൻ ചെയ്യുന്ന പോലെ ആക്കി അത് പള്ളിയുടെ തറയിടാനും ഹോളി ഓഫ് ഹോളീസ് ഇടാനും പ്രസിദ്ധരായ ആളുകളുടെ കല്ലറ അലങ്കരിക്കാനും ഒക്കെ ആയിട്ട് ആ മൊസൈക്സ് ഉപയോഗിച്ചു. അങ്ങനെ അന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത് 1300 വർഷത്തിന് ശേഷം പുതിയ ഫോമിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വലിയൊരു കാലം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മാർപ്പാപ്പയുടെ 7 വർഷത്തെ ഭരണം. അന്ന് ജസ്റ്റീൻ രണ്ടാമൻ റിനോട്ട് മെട്രസ് 705 മുതൽ 711 വരെ ഭരിച്ചിരുന്നു. തിബേരിയസ് കോ എംപററായിരുന്നു 706 തൊട്ട് 711 വരെ. ഫിലിപ്പോസ് ബാർഡനസ് 711 തൊട്ട് 713 വരെ ചക്രവർത്തിയായിരുന്നു. അനസ്താസിയോസ് രണ്ടാമൻ ആർട്ടിമിയൂസ് 713 മുതൽ 715 വരെ ചക്രവർത്തിയായിരുന്നു. അതായത് 7 കൊല്ലം കൊണ്ട് ഈ മാർപ്പാപ്പ 4 ചക്രവർത്തിമാരെ ഡീൽ ചെയ്യേണ്ടി വന്നു. ഷോർട്ട് കാലഘട്ടം തന്നെയുള്ള ചക്രവർത്തിമാരായിരുന്നു. ഈ സമയത്ത് പേട്രിയാർക്ക് ഓഫ് അലക്സാണ്ട്രിയ സെയിൻറ്റ് അലക്സാണ്ടർ രണ്ടാമനായിരുന്നു 704 തൊട്ട് 729 വരെ. അദ്ദേഹത്തിന് ദീർഘമായ കാലഘട്ടം കിട്ടിയത് കാരണം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവിടെ ഭരിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റി. പേട്രിയാർക്ക് അന്റിയോക്ക് ഏലിയാസ് തിരുമേനിയായിരുന്നു 709 മുതൽ 724 വരെ. ഈ മാർപ്പാപ്പ അദ്ദേഹം ജനിക്കുന്നത് സിറിയയിലാണ്. 715 മാർച്ച് മാസത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് കോൺസ്റ്റാന്റിനോപ്പിളിലോട്ട് പിടിച്ചുകൊണ്ട് പോയി. അറസ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റിയല്ല, ബലം കൊന്നിട്ടില്ല.
പക്ഷേ ബലമായിട്ട് അദ്ദേഹത്തെ പട്ടാളക്കാർ വന്ന് പിടിച്ചങ്ങ് കോൺസ്റ്റാന്റിനോപ്പിളിൽ കൊണ്ടുപോയി. ചക്രവർത്തിയുമായി വഴക്കിടുന്നത് പരിഹരിക്കാൻ വേണ്ടി ബലപ്രയോഗം നടത്തിയതാണ്. എന്നിട്ട് അദ്ദേഹം ചക്രവർത്തിയുമായി ചർച്ച ചെയ്തിട്ട്, കാരണം പട്ടാളത്തോട് യുദ്ധം ചെയ്തിട്ടൊന്നും കാര്യമില്ല, അദ്ദേഹം വളരെ സമാധാനപരമായിട്ട് പിടിച്ചുകൊണ്ട് പോയ ആളെ ചക്രവർത്തി സീറ്റൊക്കെ കൊടുത്തിരിക്കാൻ അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഈ സാമ്രാജ്യവും സഭയും തമ്മിൽ തർക്കമുണ്ടായാൽ സഭയും സാമ്രാജ്യവും നശിക്കും. മുസ്ലിങ്ങൾ ഒരു വഴി കൂടെ കിഴക്കോട്ടും ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശം മുഴുവൻ പിടിച്ചടക്കി സ്പെയിനിലെത്തിക്കഴിഞ്ഞു. ഇനി അവർ പിറനീസ് പർവ്വതനിര കഴിഞ്ഞിട്ട് നേരെ ഫ്രാൻസിലും ഇറ്റലിയിലും വന്നാൽ സഭയ്ക്കും ദോഷമാണ്, സാമ്രാജ്യത്തിനും ദോഷമാണ്. അദ്ദേഹം ചക്രവർത്തിയോട് പറഞ്ഞു, നമ്മൾ രണ്ടും സമാധാനത്തിൽ പോയില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നാശമാണ്. ചക്രവർത്തിയുടെ മുമ്പിൽ മാർപ്പാപ്പ അവതരിപ്പിച്ച ഈ പ്രസംഗം വളരെ എഫക്റ്റീവായി. ചക്രവർത്തി കുറച്ചു നേരം സശ്രദ്ധം കേട്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി മാർപ്പാപ്പയെ കീഴടക്കാൻ പോയാൽ അത് തൻ്റെയും നാശത്തിലേക്ക് വഴിതെളിക്കുമെന്നു. അദ്ദേഹം എന്ത് ചെയ്തു? സമാധാന ഉടമ്പടി ഒപ്പിട്ടു. ഇത് വളരെ വലിയ ഒരു മാറ്റമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് നിന്ന് മുസ്ലിംസിനെ നേരിടണമെന്ന് പറഞ്ഞു. അത് ചക്രവർത്തി സമ്മതിച്ചു. ഈ ഒരു യോജിപ്പാണ് പിൽക്കാലത്ത് ഇസ്ലാമിനെ തടഞ്ഞു നിർത്താൻ സഭയ്ക്ക് AD 732 ബാറ്റിൽ ഓഫ് ടൂഴ്സ് ആ യുദ്ധത്തിൽ ചാൾസ് മാർട്ടലിന് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റിയത് സഭയും ചക്രവർത്തി ഒരുമിച്ച് നിന്നതുകൊണ്ടാണ്. മാർപ്പാപ്പ അറസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെയുള്ളൊരു ഭീഷണിയിൽ കൊണ്ടുപോകപ്പെട്ടുവെങ്കിലും ചക്രവർത്തിയുമായി സന്ധി ഒപ്പിട്ടു. ഇത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വലിയ ലക്ഷണമാണ്. എന്നിട്ട് മാർപ്പാപ്പ പ്രസിദ്ധമായൊരു പ്രാക്ടീസ് തുടങ്ങി. വത്തിക്കാനിൽ സെയിൻറ്റ് പീറ്ററുടെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്. എല്ലാവരോടെ പോയി പ്രാർത്ഥിക്കും, കൈയൊക്കെ ഒന്ന് വന്നിച്ചിട്ട് പോരും. മാർപ്പാപ്പ ആദ്യമായി മുട്ടുകുത്തി ഈ പത്രോസ്ലീഹായുടെ സിംഹാസനത്തിന് മുമ്പ് ആ പ്രതിമയുടെ കാലിൽ ചുംബിക്കാൻ തുടങ്ങി. ആ മാർപ്പാപ്പ തുടങ്ങി വെച്ച പതിവ് ആരോഗ്യമുള്ള മാർപ്പാപ്പമാർ പിന്നെയും തുടർന്നിരുന്നു. അങ്ങനെ സഭാ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. AD 711 സ്പെയിൻ താരിഖ് ഇബ്ൻ സിയാദ് പിടിച്ചടക്കി. പക്ഷേ അതേസമയം തന്നെ ഇസ്ലാമിക സൈന്യം ട്രാൻസ് ഓക്സാനിയയിലോട്ട് പോയി കുത്വാബിയ ഇബൻ മുസ്ലിം എന്ന് പറയുന്ന സേനാനായകൻ ട്രാൻസ് ഓക്സാനിയ മുഴുവൻ പിടിച്ചെടുത്തു. മറുവശത്തോടെ ഇസ്ലാമിക സൈന്യം സിൻഡിലെത്തി സൈന്ധവ നദീതടം അവർ പിടിച്ചെടുത്തു. അപ്പോൾ സ്പെയിൻ തൊട്ട് പാകിസ്ഥാൻ വരെയുള്ളൊരു ഭൂപ്രദേശം അവരുടെ കയ്യിലായി. നോർത്ത് ആഫ്രിക്ക മുഴുവൻ, അറേബ്യൻ പെനിൻസുല മുഴുവൻ, സീനായ് പെനിൻസുല മുഴുവൻ, പിന്നെ ഇറാഖും പേർഷ്യയും ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങൾ, അസൈർബൈജാൻ, അർമീനിയ, ഉസ്ബെക്കിസ്ഥാൻ, ഇങ്ങനെ വിശാലമായൊരു ഏരിയ ഇസ്ലാമിൻ്റെ കയ്യിലെത്തി. ഇസ്ലാം അതിൻ്റെ ഏറ്റവും വലിയ ഉയരങ്ങളിൽ എത്തിയ വർഷമാണ് 712 എന്ന് പറയുന്ന വർഷം. ഈ സമയത്താണ് മാർപ്പാപ്പയുടെ ഭരണം മറുവശത്ത് മുന്നേറുന്നത്. യൂറോപ്പിന് അദ്ദേഹം സ്പെയിൻ വരെ വന്ന സൈന്യത്തെ അവിടെ തടഞ്ഞു നിർത്തി. പിന്നെ യൂറോപ്പിലെ ക്രൈസ്തവ മേഖലയോട് തള്ളിക്കയറാൻ ചക്രവർത്തിയും മാർപ്പാപ്പയും കൂടെ ഒരുമിച്ച് നിന്നത് കാരണം സാധിച്ചില്ല എന്നുള്ള ചരിത്രത്തിലെ വലിയൊരു സംഭവമാണ്. 713 അലി ഇബൻ ഹുസൈൻ, അദ്ദേഹം 4ാമത്തെ ഷിയാകളുടെ ഇമാമാണ്. ആ ഇമാമിന് വിഷം കൊടുത്ത് കൊന്നു ശത്രുക്കൾ. അതോടുകൂടി ഷിയാകളുടെ ആ ഏകീകൃത ഭരണം വല്ലാത്തൊരു പതനത്തിൽ എത്തിച്ചേർന്നു. 715 വാലിഡ് 1 മരിക്കുന്നത്. അപ്പോൾ സുലൈമാൻ ഇബൻ അബ്ദുൽ മാലിക് ഉമായിദ് ഖാലിഫായി. അതായത് 35 വർഷം കൊണ്ട് തന്നെ 5ാമത്തെ ഖാലിഫിലെത്തി. അതിൽ 2 പേരെങ്കിലും വിഷം കൊടുത്ത് കൊല്ലപ്പെട്ടതാണ്. മാർപ്പാപ്പമാർ 3 പേര് വിഷം കൊടുത്ത് കൊല്ലപ്പെട്ടു. ഖാലിഫമാരും 2 പേര് വിഷം കൊടുത്ത് കൊല്ലപ്പെട്ടു. ഒരാൾ ആയുധം കൊണ്ട് കൊല്ലപ്പെട്ടു. അങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു ഇസ്ലാമിക ചരിത്രം ആ സമയത്തുണ്ടായി. ഈ സമയത്ത് റോമിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും അവസാനത്തെ ഹെറാക്ലിയൻ രാജവംശത്തിൽപ്പെട്ട ജസ്റ്റീനിയൻ 2ാമൻ അധികാരത്തിൽ നഷ്ടപ്പെട്ടു.
ഒരു 75 വർഷം നിലനിന്ന ഒരു രാജവംശമാണ് ഹെരാക്ലീസിൻ്റെ രാജവംശം. ആ ഹെരാക്ലീസിൻ്റെ രാജവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു ജസ്റ്റീനിയൻ രണ്ടാമൻ. അദ്ദേഹത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടു. 695 കസാഴ്സിൻ്റെ അവിടെ അഭയം തേടിയ ശേഷം ബുൾഗാർസിനെ പരാജയപ്പെടുത്താനും കഴിഞ്ഞ ഒരു രാജാവായിരുന്നു അദ്ദേഹം. പക്ഷേ 705 അദ്ദേഹം തിരിച്ച് കോൺസ്റ്റാന്റിനോപ്പിളിലെത്തി അവിടെ ബുൾഗർ ഖാൻ എന്ന് പറയുന്ന ആളുമായി ഇതെടുക്കുകയും തിരിച്ച് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം വലിയ ഒരു റെയിൻ ഓഫ് ടെറർ, അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് അദ്ദേഹം തോന്നിയോ അവരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ കൂട്ടക്കൊല കൊണ്ടൊന്നും ഒരു രാജാവിന് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് AD 711 അവസാനമായി അദ്ദേഹം ഓവർത്രോ ചെയ്യപ്പെടുകയും ഹെരാക്ലിയൻ ഡൈനാസ്റ്റി, കോൺസ്റ്റാന്റിനോപ്പിളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസിദ്ധമായ രാജവംശം, തകർച്ചയിൽ എത്തിച്ചേരുകയും ചെയ്തു. ചരിത്രത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കാലഘട്ടമാണ് 705 മുതൽ 715 വരെയുള്ള കാലഘട്ടം. ആ 10 വർഷക്കാലം ഏറ്റവും നീണ്ട കാലഘട്ടം ഭരിക്കാൻ ഈ മാർപ്പാപ്പയ്ക്ക് അവസരം കിട്ടി. വളരെ പ്രഗത്ഭരായ ചക്രവർത്തിമാരും പാത്രികീസുമാരും ഉണ്ടായി. പക്ഷേ ഇസ്ലാം അതിൻ്റെ ഏറ്റവും വലിയ എക്സ്റ്റൻറ്റിൽ, അന്നുവരെയുള്ള വലിയ എക്സ്റ്റൻറ്റിലേക്ക് എത്തിയ ഒരു കാലവും അതായിരുന്നു. പിന്നെ ഒരു 300 വർഷം കഴിഞ്ഞാണ് ഇസ്ലാം ഫർദർ കോൺക്വസ്റ്റിലേക്ക് പോയത്. 7 വർഷം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഈ മാർപ്പാപ്പ നമുക്കേവർക്കും ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതത്തോടുകൂടി മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. മഹാനായ മാർപ്പാപ്പയുടെ മുമ്പാകെ ഞാൻ തലകുനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത മാർപ്പാപ്പയെ പറ്റി ചർച്ച ചെയ്യാം.